ഇപ്പം എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, എല്ലാവരും സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി പായ. ഞാനതിനെപ്പറ്റി രാജ്യത്ത് പറഞ്ഞത് സ്ഥാനാർത്ഥിയാവുന്ന നല്ല കാര്യമാണ്. സ്ഥാനാർത്ഥി മെമ്പർ നല്ല സുഖം ഉണ്ടാവും. മെമ്പർ 5 കൊല്ലം ആ നാട്ടിൽ എന്ത് നടക്കണം അവനോട് പറയണം. അല്ലെങ്കിൽ സർക്കാർ പ്രസിഡന്റ് അനുസരിച്ച് അതിന് ദുർബലപ്പെടുത്താൻ കഴിയും. മെമ്പറോട് പറയാതെ ഒരു നാട്ടിലൊരു കാര്യം നടക്കാൻ പാടില്ല. സർക്കാരിൻ്റെ ഒരു കാര്യം ആ നാട്ടിൽ നടക്കില്ല. ആരോട് പറയാതെ? മെമ്പറോട് അറിയാതെ സർക്കാരിൻ്റെ ഒരു കാര്യമാണ്, ഒന്നും നടക്കില്ല. അവിടുത്തെ എത്ര വലിയ ഹൈസ്കൂൾ, എന്ത് വലിയ സ്കൂളോ കോളേജോ ആയാലും വേണ്ടില്ല, വാർഡ് മെമ്പർ ഒരു വാർഡ് കൗൺസിലറോട് പറയാതെ നടക്കില്ല. അത്ര വലിയ സ്ഥാനമാണ്. പക്ഷേ ഇസ്ത് എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള ആ ചാലിൻ്റെ അവിടേക്കാണ് ഇസ്ത് എന്ന് പറയാം. മനസ്സിലായില്ല? 2 സീറ്റില്ലേ, ഈ സീറ്റിൻ്റെ ഇടയിലുള്ള മനസ്സിലായില്ലേ? ആ ബാക്ക് സീറ്റ്, ആ സീറ്റിനാണ് ഇസ്ത് അറിയാം. സീറ്റ് ഇതിനാണ് ഇസ്ത് അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് എന്ത് ചെയ്യും? ഒരു കൊടി പൊക്കും. ആരുടെ മേൽ? യുർഫഉ ലിവാഉൻ. ഇതൊക്കെ ഹദീസ്. യുർഫഉ ലിവാഉൻ, കൊടി ഉയർത്തപ്പെടും. ഇൻദ ഇസ്തിൽ ഖാദിരി, ചതിയൻ്റെ ചന്തിയുടെ ഭാഗത്ത്, അവൻ്റെ ചന്തിൻ്റെ നടുവിൽ കൊടി ഉയർത്തപ്പെടും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ബിഹസബി ഖദ്രിഹി, അവൻ്റെ ചതിയുടെ അളവനുസരിച്ച്. അന്ത്യനാളിൽ ചതിയന്മാർക്ക് അവരുടെ ചതിയുടെ അളവനുസരിച്ച് കൊടി ഉയർത്തപ്പെടും. അർഫഉഹാ ഖദ്റൻ ലിവാഉൽ ഇമാമിൽ ഖാദിരി, അതിൽ ഏറ്റവും നീളമുള്ള കൊടി ചതിയനായ നേതാവിൻ്റെ കൊടിയായിരിക്കും. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഏത് ചൊല്ലി ഹദീസ്? യുർഫഉ ലിവാഉൻ, ഒരു കൊടി ഉയർത്തപ്പെടും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇൻദ ഇസ്തിൽ ഖാദിരി, ചതിയൻ്റെ ബാക്ക് സീറ്റ്. മനസ്സിലായില്ലേ? ഇസ്തിറ മനസ്സിലായില്ലേ? ബാക്ക് സീറ്റ്, അതിൻ്റെ ആ നടുവിൽ, അതായത് ആ കാഷ്ടിക്കുന്ന ദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്ത് വരും? കാഷ്ടിക്കുന്ന ദ്വാരത്തിൻ്റെ ഭാഗത്ത് ഒരു കൊടിയാണ് പൊക്കും. ദുനിയാവിലെ, മനസ്സിലായില്ലേ? ദുനിയാവിൽ നമ്മൾ കാഷ്ടിക്കുന്ന ഭാഗമല്ലേ, ആ ഭാഗത്ത് കൊടി പൊങ്ങും. കൊടി അവൻ്റെ ചതിയുടെ അളവനുസരിച്ച്. അതായത് ഇവിടെ കൊടി ഇങ്ങനെ പൊങ്ങും. അവൻ എത്ര ചതിയനാണോ പറേ അത്രേ. ആ കൊടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, നേതാവിൻ്റെ ചന്തിയിൽ പൊക്കിയ കൊടിയായിരിക്കും. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ പായാൻ എളുപ്പം. സ്ഥാനാർത്ഥിനിൻ്റെ എല്ലാ മൂട്ടിലും എന്തുണ്ടാവും പറേ? കൊടി ഉണ്ടാവും. അവിടെ പിന്നെ തുണിയും കുപ്പായൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊങ്ങാൻ പിന്നെ എളുപ്പമുണ്ട്. പിന്നെ ഒരാൾ ചോദിക്കണ്ട, പിന്നെ തുണി മേലക്കാണോ തുണി കീപ്പട്ടാണോ എന്ന് ചോദിക്കണ്ട. എന്തുണ്ടാവില്ല? ഒരു നൂലാർക്കും ഉണ്ടാവില്ല, കൊടി ഉണ്ടാവും. കൊടി കീപ്പട്ടാണ് എങ്കിൽ ആ ബാക്കിലെ ദ്വാരം ഒന്ന് മറക്കാൻ വിചാരിക്കാം. ഇത് കൊടി കീപ്പട്ടല്ല, ആഖിറത്തിലെ കൊടി. ബിഹസബി ഖദ്രിഹി, അവന്റെ ചതിയുടെ അളവനുസരിച്ച്. അർഫഉഹാ ഖദ്റൻ, ആ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, ചതിയനായ നേതാവിൻ്റെയോ നേതാവിച്ചിയുടെയോ കൊടിയായിരിക്കും. നീ മത്സരിച്ചോളി. മാസത്തിൽ 8000 രൂപ കിട്ടും. പിന്നെ പഞ്ചായത്ത് റോഡ് വാങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അവകാശം കിട്ടുമെന്നാണ് പറയുന്നത്. അതിനാണ് കൊടി എന്നാണ്. ലീഗ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയല്ല, അവിടെ ഒരു കൊടിയുണ്ട്. ഞാൻ ആർക്കൊക്കെ കൊടി വേണോ ഓലൊക്കെ മത്സരിച്ചോളൂ. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ബേജാറാവും വേണ്ട. അതിനെനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു കൊടി പൊങ്ങൂല എന്നുറപ്പുണ്ടോ? മത്സരിച്ചോ.
ഞാനൊരു തോടിൻ്റെയും പാടത്തിൻ്റെയും എന്താ പറയുക, ഞാനൊരു എന്താ പറയുക വയലത്തിൻ്റെയും പിന്നെ ഓവുചാലിൻ്റെയും പാലത്തിൻ്റെയും റോഡിൻ്റെയും 10%, 8%, 1% വാങ്ങൂല. എനിക്ക് ഉറപ്പുണ്ടോ മത്സരിച്ചോ? ഞാൻ മേശയുടെ അടി കൂടി വാങ്ങൂല, ഉറപ്പുണ്ടോ മത്സരിച്ചോ? നിങ്ങൾക്ക് 8,000 റുപ്യ സർക്കാർ തന്ന ശമ്പളം മതി, അലവൻസ് മതി, മത്സരിച്ചു. നല്ലതാണ്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്ത് കൊടുക്കാൻ കഴിയുമോ? ഇല്ലേ, മത്സരിക്കണ്ട. എന്തുകൊണ്ട്? ഇവിടെ നല്ല പേരുണ്ടാവും, അവിടെ കൊടുങ്ങും. ഒന്നുകൂടി ഹദീസ് വായിക്കാം. യുർഫഉ ലിവാഉൻ ഇൻദ ഇസ്തിൽ ഗാദിരി യൗമൽ ഖിയാമ ബിഹസബി ഖദ്രിഹി അർഫഉഹാ ഖദ്റൻ ലിവാഉൽ ഇമാമിൽ ഗാദിരി. ഗാദിർ എന്നാണ് എന്താ അർത്ഥം? ഗാദിർ എന്താ അർത്ഥം? ചതിയൻ, വഞ്ചകൻ. അപ്പോൾ എന്തെങ്കിലും ഓൽക്കും കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആനുകൂല്യമാണ് ഇന്നത്തെ ഈ ക്ലാസ്. എടാ, മൂട്ടിൽ വാലുണ്ടാവും മേശറയിൽ. എൻ്റെ ഇന്നത്തെ ലീഗും കോൺഗ്രസ്സൊന്നും എൻ്റെ ഒപ്പം അന്നുണ്ടാവില്ല. മത്സരിക്കാൻ പറ്റൂല, മത്സരിക്കാം. പക്ഷേ ആലോചിച്ചോ, നാട്ടുകാരെ പൈസ മുണങ്ങിയാൽ ഇജട് കുടുങ്ങും. ഇത് കുടുങ്ങും. ഇതൊന്നും ആരും പറഞ്ഞു തരില്ല. കാരണം എല്ലാവരും സുഖിപ്പിക്കൽ വയലിൻ്റെ കാര്യം. ഇപ്പം സുഖിപ്പിക്കൽ വയല ഒക്കെ സുഖിപ്പിക്കലാണ്. നേതാവ്, മൊലാളിനെ സൂപ്പിക്കാൻ വയല്, മോലിയരെ സൂപ്പിക്കാൻ വയല്, അങ്ങനെയാണ്. ഒക്കെ വയലുകളല്ല, എല്ലാം വയല. സുഖിപ്പിക്കൽ വയലിൻ്റെ കാലമാണ്. ഇതൊരു സുഖിപ്പിക്കലല്ല. സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി.